ഇന്നൊരു കിടിലൻ ഐറ്റംസ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പൊരി കൊണ്ടൊരു സൂപ്പർ നല്ല എരിവുള്ള ഒരു മിക്സർ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? നിസ്സാരമായി കാണുന്ന ഈ ഒരു പൊരി ഉണ്ടല്ലോ, അത് സൂപ്പർ ഐറ്റംസ് ആട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല കിടിലൻ സാധനമാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസ് ആണ്. നിങ്ങൾക്ക് ഇത് എടുത്തു വെച്ച് ഉപയോഗിക്കാനും പറ്റും. കാണാൻ തന്നെ എന്തൊരു മുഞ്ചാണ്. അപ്പൊ കഴിക്കാൻ എന്തുമാത്രം ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒരു 4-5 വെളുത്തുള്ളി ചതച്ച് തോടോട് കൂട്ടി അതിനകത്ത് ഇടുക. ഇട്ടതിന് ശേഷം അതൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പൊരി അതിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒരു ഹാഫായിട്ട് വറുത്തെടുക്കുക. നന്നായിട്ട് മഞ്ഞൾ അതിൽ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണത്. അതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുക. എന്നതിന് ശേഷം കോരി മാറ്റി വെക്കുക. പൊരി ഒരുപാട് അങ്ങനെ ഫ്രൈ ആയി പോകാനൊന്നും പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അബു ഷൈമ കിച്ചൻ യൂട്യൂബ് ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. വൈവിധ്യമാർന്നുള്ള ഫുഡിന്റെ വീഡിയോകൾ ധാരാളമുണ്ട്. പ്ലീസ് എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ നിലയിലെത്തി നിൽക്കുന്നത് നിങ്ങളുടെ ഓരോ സപ്പോർട്ടും കൊണ്ടാണ്. ഇതിലേക്ക് ഓയിൽ വെച്ച് ചൂടായി വരുമ്പോൾ നിലക്കടല ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് മിച്ചർക്ക് നമുക്ക് കടല വേണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കടല വറക്കുകയാണ്. ഒരുപാടൊന്നും കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതിൽ കാണിച്ച പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ കടല നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കോരി മാറ്റുക. ഇനി നേരത്തെ വറുത്തെടുത്തിട്ടുള്ള പൊരി അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് വറുത്തെടുത്തിട്ടുള്ള കരിവേപ്പിൻ്റെ ഇല, കടല, വറ്റൽമുളക്, ഉപ്പ്, മുളക് പൊടിയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് വിട്ടുകൊടുക്കുക. അപ്പോൾ സൂപ്പർ കിടിലൻ കിടുക്കാച്ചി നമ്മുടെ മിക്സർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. പൊരിയൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ വേലൻ്റെ സമയം, പൂരത്തിൻ്റെ സമയമൊക്കെയാണ്. ഇതുപോലെ പൊരിയൊക്കെ കിട്ടുമ്പോൾ അത് വെറുതെ കളയരുത്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കുട്ടികളും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. കട്ടൻ ചായക്കൊക്കെ നല്ല സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.